ആലപ്പുഴയിൽ കോൺഗ്രസിന് ജയിച്ചേ പറ്റൂ. കഴിഞ്ഞ തവണ കേരളത്തിൽ UDF കൈവിട്ടുപോയ ഏക സീറ്റാണ് ആലപ്പുഴ. ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കിടിലൻ സ്ഥാനാർത്ഥി വരുമെന്ന് സമരാഗ്നി ജാഥയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് KC വേണുഗോപാലാണെന്ന് ആരും കരുതിയിരുന്നില്ല. പലരും പറഞ്ഞത് A ഷുക്കൂറിൻ്റെയും ഹസൻ്റെയും ഷാനിമോൾ ഉസ്മാൻ്റെയും ഒക്കെ പേരായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറി, അതും സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ നേരിട്ടിറങ്ങിയത്. ഇതോടെ ആലപ്പുഴ മുന്നണികളുടെ കിടിലൻ പോരാട്ട വേദിയായി മാറിയിരിക്കുകയാണ്. ഇടതുമുന്നണിയിൽ സിറ്റിംഗ് MP AM ആരിഫ്, BJPയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും, പിന്നാലെ KC കൂടി എത്തുമ്പോൾ മണ്ഡലം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കും. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് 2009-ലും 2014-ലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ 2019-ൽ മത്സരിച്ചില്ല. UDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2019-ലേത്. എന്നാൽ 19 സീറ്റും പിടിച്ചെടുത്തപ്പോഴും കൈവശമുണ്ടായിരുന്ന ആലപ്പുഴ കോൺഗ്രസിന് നഷ്ടമായി. ഈ സാഹചര്യത്തിലാണ് സംഘടനാ തിരക്കുണ്ടെങ്കിലും ആലപ്പുഴയിൽ വേണുഗോപാലിനെ തന്നെ ഇറക്കി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പദ്ധതിയിടുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വേണുഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയതുകൊണ്ട് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും മുമ്പ് വേണുഗോപാലിനായി മണ്ഡലത്തിൻ്റെ പലയിടത്തും പ്രവർത്തകർ പ്രചാരണം തുടങ്ങിയിരുന്നു. ചുവരെഴുത്തും പോസ്റ്ററുകളും പതിച്ചുള്ള പ്രചാരണമാണ് അനൗദ്യോഗികമായി ആരംഭിച്ചത്. 2019-ൽ 10,474 വോട്ടുകൾക്കാണ് CPM-ലെ AM ആരിഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ കീഴടക്കിയത്. ആരിഫ് 4,45,970 വോട്ടുകളും ഷാനിമോൾ ഉസ്മാൻ 4,35,496 വോട്ടുകളും നേടി. ശബരിമല വിവാദം കത്തി നിന്ന തെരഞ്ഞെടുപ്പിൽ NDAയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KS രാധാകൃഷ്ണൻ 1,87,729 വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് BJP ഇത്തവണ ശോഭാ സുരേന്ദ്രനെ പരീക്ഷിക്കുന്നത്. 33-ാം വയസ്സിൽ ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച വ്യക്തിത്വമാണ് KC വേണുഗോപാലിൻ്റേത്. തുടർന്ന് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മികച്ച വിജയം നേടി. അതിനിടെ മന്ത്രിയാവുകയും ചെയ്തു. 2009-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും മണ്ഡലം ആലപ്പുഴയായിരുന്നു. ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായി. 2014-ലും വിജയം ആവർത്തിച്ചു. ആലപ്പുഴ ജില്ലയിൽ 3 പതിറ്റാണ്ടായി KCയുടെ വ്യക്തിബന്ധങ്ങളും സാമുദായിക നേതൃത്വങ്ങളുമായുള്ള അടുപ്പവും വോട്ടായി മാറുമെന്നാണ് UDFും പ്രത്യേകിച്ച് കോൺഗ്രസ് കണക്കൂട്ടുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആരിഫിലൂടെ സീറ്റ് നിലനിർത്താൻ ഇടതുമുന്നണിയും രംഗത്തുണ്ട്. കൂടാതെ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രനിലൂടെ NDAയും കരുക്കൾ നീക്കുമ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്.